രാവിലെ ദോശ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് കുറച്ച് മാവിൻ്റെ അകത്ത് ഇച്ചിരി മിക്സ് മില്ലറ്റ് പൊടികളൊക്കെ ചേർത്ത്, അപ്പം ഞാൻ മൊത്തത്തിൽ അരച്ചുടനെ 1 ടേബിൾ സ്പൂൺ ചേർത്തായിരുന്നു. പിള്ളേർക്ക് കൂടുതൽ ചേർത്ത് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഇത്തിരി മില്ലറ്റ് കൂടുതൽ 2 സ്പൂണൊക്കെ ചേർത്ത് അതിൻ്റെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചമ്മന്തിക്ക് കടുകൂടെ വറുത്തിട്ടുണ്ട്. അപ്പം ടിഫിന് കൊണ്ടുപോകാനായിട്ട് മസാല ഇഡലി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ടിഫിനെല്ലാം തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. കറി വയ്ക്കാനായിട്ട് കുറച്ച് പാലക് ചീര വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ വാലുവശവും ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അത് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കഴുകാനായിട്ട് ഇട്ട് വെക്കട്ടെ. കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു, അരിയും കൂടെ കഴുകി ഇട്ടിട്ടുണ്ട്. ഞാൻ ചീരയൊക്കെ കഴുകി വാരി വെള്ളം വാലാനായിട്ട് അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനുവേണ്ടി കുറച്ച് തുമരപ്പരിപ്പ് കുക്കറിൽ സെപ്പറേറ്റ് വേവിക്കുന്നുണ്ട്. പാലക് ചീര ഇതിൻ്റെ കൂടെ ഇടുന്നില്ല. അപ്പോൾ അതൊന്ന് കുക്കറിലൊന്ന് വിസിലടിച്ചെടുക്കട്ടെ. 3-4 വിസിലടിച്ചെടുക്കുന്നുണ്ട് തുമര. അപ്പോൾ മീനുണ്ടായിരുന്നു, അയല മീനാണ്. അതൊന്ന് കറി വയ്ക്കാനായിട്ട് ഞാനതൊന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പം ഞാൻ മീൻകറിക്കുള്ള പുളി നേരത്തെ കഴുകി അതിൻ്റെ വെള്ളത്തിലാണ് മീനിടുന്നത്. എന്നിട്ട് അതിലാണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ചീര ഇവിടെ പാലൊക്കെ ഇവിടെ നിന്ന് വേവിക്കാനായിട്ട് സെപ്പറേറ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. മീനൊക്കെ ഞാനൊന്ന് വെട്ടി കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി കടുക് ഇച്ചിരി ഉലുവായും ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 4-5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒന്ന് ഇത്തിരി വെള്ളത്തിൽ കലക്കി അതുകൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഇച്ചിരി നേരം ഞാനൊന്ന് അതിൻ്റെ അകത്ത് ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ മൂത്ത് വന്നുകൊണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, പുളിവെള്ളവും ഉലുവാപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരാറായണേ പിന്നെ മീനൂടെ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് ഇത്തിരി കറിവേപ്പില ഇട്ട് അതൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം അപ്പോഴത്തേക്കിന് നമ്മുടെ ചീരയൊക്കെ ഒന്ന് വെന്ത് വന്ന് അതൊന്ന് കലക്കിയിട്ട് ഞാൻ വേവിച്ച പരിപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് അരപ്പ് ചേർക്കുന്നുണ്ട്. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ട് പിന്നെ ലാസ്റ്റിൽ ഞാൻ ഇതിലേക്ക് കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിപ്പ് ചേർത്ത പാലക് ചീര കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാനൊന്ന് ഇടയ്ക്ക് കുഴച്ച് വെച്ചായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഇവിടെ ഉച്ചയ്ക്ക് ഡാഡി ചപ്പാത്തിയാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ മീൻ വറ്റി വന്നായിരുന്നു. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു തോരനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാനത് ബീൻസ് തോരൻ. അതിൻ്റെ അകത്ത് ഞാൻ ബീൻസിൻ്റെ അകത്ത് തന്നെ സവാള, തേങ്ങയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് ഞെവിടിയതിന് ശേഷം ചീനച്ചട്ടിയിലിട്ട് എണ്ണയൊഴിച്ച് കടുകിട്ടിട്ട് ഇതിട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് നേരം കഴിഞ്ഞുടനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്.